ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ ചാനൽ. ഞാൻ ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു അടിപൊളി തോരനാണ് കേട്ടോ. നമ്മൾ പച്ചക്കായയുടെ തൊലി വെച്ചിട്ടുള്ള പച്ചക്കായൻ്റെ തൊലി ഞാനിതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനൊരു കുക്കർക്ക് ഇട്ട് കൊടുത്തിട്ട് അല്പം മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പും അത് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളവും പാർന്നിട്ട് ഞാനതൊന്ന് വേവിച്ചെടുക്കട്ടെ. 2 വിസിലടിച്ചാൽ മതി കേട്ടോ. അപ്പോൾ അടിപൊളിയായിട്ട് വെന്ത് കിട്ടും. പിന്നെ ഞാൻ അതിക്കൊന്ന് ചതച്ചെടുക്കാൻ വേണ്ടിയിട്ട് അല്പം തേങ്ങയും ഒരു 5-6 പച്ചമുളകും 5-6 ഇല്ലി വെളുത്തുള്ളിയും കൂടി ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട്. നല്ലതുപോലെ അരയണ്ട, ഒന്ന് ഒതുക്കിയെടുത്താൽ മതി. അപ്പോൾ അതാ നമ്മളെ പച്ചക്കായൻ്റെ തൊലിയൊക്കെ അടിപൊളിയായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഞാനത് കുക്കറിൽ നിന്ന് ഒരു ചട്ടിക്ക് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് നമ്മൾ ഈ ചതച്ച് വെച്ച തേങ്ങ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നല്ല അടിപൊളി ടേസ്റ്റാണ് ഇത് കഴിക്കാൻ കേട്ടോ. അപ്പോൾ അതാ ഇതുപോലെ ആയിട്ടുണ്ട്. ഇനി ഞാനിത് വാങ്ങി വെച്ചിട്ട് ഇതൊന്ന് വറവിട്ടെടുക്കട്ടെ. അതിന് വേണ്ടി ഞാനൊരു ചട്ടി വെച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തു, കടുക് ഇട്ടു, കറിവേപ്പിലയും വറ്റൽമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. നല്ല ടേസ്റ്റുള്ളൊരു തോരനാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ വെറുതെ കളയണ പച്ചക്കായൻ്റെ തൊലി കൊണ്ട് ഉണ്ടാക്കിയതാണ്. നല്ല ടേസ്റ്റുള്ളതാണ്. അപ്പോൾ ഞാൻ ഇനി ഇതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു കുമ്പളങ്ങയും ചക്കക്കുരും വെച്ചിട്ടുള്ളൊരു കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടി ഞാൻ കുമ്പളങ്ങയും ചക്കക്കുരും നന്നാക്കി എടുത്ത് കുക്കറിലിട്ട് ഒരു സ്പൂണ് നിറച്ചൊന്നുമില്ല മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 5-6 പച്ചമുളകും നടുകെ കീറി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 2 വിസിലടിക്കുന്നത് വരെ അത് വെന്ത് വരട്ടെ. അപ്പോഴേക്കും അതിക്ക് വേണ്ട അരപ്പ് തയ്യാറാക്കിയെടുക്കുക. അതിന് വേണ്ടി ചെറിയ ഉള്ളിയും നല്ല ജീരകവും അല്പം തേങ്ങയും കൂടെ ഞാൻ മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ അത് വെന്ത് വരുമ്പോഴേക്കും ഞാൻ കുറച്ച് പുളി എടുത്ത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാ നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഞാനിതിന് ആവശ്യത്തിനുള്ള പുളി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് പുളി എത്രയാണ് ആവശ്യിച്ചെങ്കിൽ അതിനനുസരിച്ച് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് തിളച്ച് വരട്ടെ. പുളി ഒന്ന് തിളച്ച് വന്നാൽ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങ അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. നല്ല ടേസ്റ്റാണ് കുമ്പളങ്ങയും ചക്കക്കുരും കറി കേട്ടോ. അപ്പോൾ ഞാൻ അതൊന്ന് വറവിട്ടെടുക്കാൻ വേണ്ടി ചട്ടിയിൽ എണ്ണ ചൂടായി കടുകും കറിവേപ്പിലയും ഇട്ടിട്ട് അതൊന്ന് വറവിട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഇതാണ് കേട്ടോ എനിക്ക് ഉച്ചക്കത്തിനുള്ള കൂട്ടാൻ. ഈ കുമ്പളങ്ങക്കറിയും പിന്നെ ഈ തോരനും പിന്നെ മീൻ വറുത്തതുമായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. താങ്ക് യു.